അതിന്റെ ഒരു കാരണമുണ്ട്. അത് ഞങ്ങൾക്കിപ്പോ ചിലവർക്ക് ആവശ്യം അത് തിരുവനന്തപുരത്താണ്, ചിലവർക്ക് ആവശ്യം അത് തൃശ്ശൂരാണ്. അപ്പോ നഡ്ഡാജി കൊല്ലം ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് വന്നപ്പോ മാധ്യമ സുഹൃത്ത് ചോദിച്ചു ഇത് എവിടെ വരും, എപ്പോ വരും. അപ്പൊ പറഞ്ഞു നോക്കൂ ഇത് വരും, നല്ല സ്ഥലത്ത് പോവും. അത് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഗവൺമെന്റും ഇതും തീരുമാനിക്കും അത് എവിടെ പോകണം, എപ്പോ പോകണം അത് തീരുമാനിക്കും. അത് വരുന്ന സമയത്ത് അതിപ്പോ നോക്കൂ. അപ്പൊ സുരേഷ് ഗോപിജി പറഞ്ഞല്ലോ തൃശ്ശൂർ ലാൻഡ് ഉണ്ട്. അപ്പോ അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമുണ്ട് അവിടെ പോകണം, എനിക്കും ആഗ്രഹമുണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ. അപ്പോ നോക്കൂ ഇതെല്ലാം ഇത് ഒരു നോർമൽ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ. എന്തോ അത് ഇപ്പോ നമ്മള് പ്രകാശിനോട് അത് ഇവിടെ കൊണ്ടുപോകാൻ അല്ല, അതില് എന്നെ കുറിച്ച് എന്റെ ഒപ്പം ഡിബേറ്റ് ചെയ്ത കാര്യമില്ല. അത് ഞാനല്ല തീരുമാനിക്കാൻ വേണ്ടത്. അല്ലല്ല, ഞങ്ങളുടെ സിസ്റ്റം അല്ലല്ല, അത് നമ്മുടെ അല്ലല്ല. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ റെസ്പോണ്ട് ചെയ്യട്ടെ. ഞങ്ങളുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേരളത്തിൽ ഒരു എയിംസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ ഉറപ്പ് തന്നിട്ട്, നഡ്ഡാജി തന്നിട്ട് വരും. അത് എവിടെ വരും, എങ്ങനെ വരും അവര് തീരുമാനിക്കട്ടെ. അല്ല അങ്ങനെ ഇല്ലല്ലോ ഞങ്ങളുടെ രീതി. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്, പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി പറഞ്ഞത് എന്താ, ഞങ്ങൾക്ക് ഇവിടെ എയിംസ് വേണം പറഞ്ഞു. നല്ല സ്ഥലത്ത് വരണം. അല്ലല്ല ഞാൻ പറഞ്ഞു അതല്ലല്ലോ, ഞാൻ ആലപ്പുഴ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ല, അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ. ഞാൻ പറഞ്ഞത് എന്താണ്, നഡ്ഡാജിയാണ് ഹെൽത്ത് മിനിസ്റ്റർ, യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ. ഹെൽത്ത് മിനിസ്റ്ററോട് മാധ്യമ സുഹൃത്ത് കൊല്ലത്തിൽ കഴിഞ്ഞ മാസം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. കേരളത്തിൽ ഒരു എയിംസ് വേഗം വരും, പെട്ടെന്ന് വരും. അത് എവിടെയാണ്, എങ്ങനെ, എപ്പോഴാണ് അത് അവർ തീരുമാനിച്ച് പറയും എന്ന് പറഞ്ഞു. നോക്ക്, ഞങ്ങൾക്ക് വേണ്ടത് കേരളത്തിൽ ഉണ്ടാവണം. അല്ലല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് കോഴിക്കോടിൽ ആവണം എന്നല്ല പറഞ്ഞത്. അങ്ങനെ അഭിപ്രായം 10 അഭിപ്രായം ഉണ്ടാവല്ലോ. ഇങ്ങനെ പ്രസ് ക്ലബ്ബിൽ ഞാനിപ്പോ ഒരു കൊല്ലം പ്രസ് ക്ലബ്ബിൽ പോയി പ്രസ് കോൺഫറൻസ് ചെയ്ത് അവിടുത്തെ മാധ്യമ സുഹൃത്ത് പറയില്ലേ കൊല്ലത്തിൽ വരണം, അതൊരു അഭിപ്രായമാണ്. അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്, അത് അവരുടെ അവകാശമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഞാനല്ല ചെയ്യേണ്ടത്. നോക്കൂ, ഇത് CPM അല്ല. നോക്കൂ, ഇത് CPM അല്ല. പാർട്ടിയിലും സർക്കാരിലും ഒരു വ്യത്യാസമില്ലാത്ത ഓർഗനൈസേഷൻ ഇല്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞങ്ങൾ പൊളിറ്റിക്കൽ വർക്ക് ചെയ്യും, ഗവർണൻസ് വർക്ക് ഗവൺമെന്റ് ചെയ്യും. ഞങ്ങൾക്ക് അതിൽ ഇടപെടാനോ ഞങ്ങൾക്ക് അതിൽ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു റോളും ഇല്ല. ഞങ്ങളുടെ സജഷൻ കൊടുക്കുക, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് കൊടുക്കുക, അവർ പരിഹരിക്കുക. ഫോർ എക്സാമ്പിൾ നാഷണൽ ഹൈവേ, റെയിൽവേ, അതിനെക്കുറിച്ച് എത്രയോ ഞങ്ങൾ കാര്യങ്ങൾ അവിടെ ഗവൺമെന്റിന് കൊടുക്കുന്നു. അവര് തീരുമാനിച്ച് അവർ ചെയ്യുന്നു. സർക്കാരും പാർട്ടിയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടെന്ന് ഇത് CPM അല്ല കേട്ടോ. CPM സർക്കാരും ഒന്ന്, പാർട്ടി ഒന്ന്, പെൻഷനേഴ്സും ഒന്ന്, OSD ഒന്ന്, സ്വർണ്ണ സ്മഗ്ലേഴ്സ് ഒന്ന്, അതെല്ലാം അവിടെ ആയിരിക്കും. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയല്ല. പൊളിറ്റിക്കൽ വർക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി, ഗവർണൻസ് വർക്ക് തീരുമാനിക്കുന്നത് ഗവൺമെന്റ്.